വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതായത് നമുക്ക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്ക് മേടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എഴുതിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. അത് മാത്രമല്ല വെറുതെ ഒന്ന് പഠിച്ചിട്ട് എഴുതിയിട്ടും കാര്യമില്ല. ഇത് കഴിയുന്നതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കേരള PSCയുടെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വളരെ കാതലായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. അതായത് കുറെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പിന്നെ കുറെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. അതായത് ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. അപ്പം ആക്ച്വലി എല്ലാവരും ചെയ്യുന്നത് ഇത് ആക്ച്വലി വലിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു ബണ്ടിലായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ എജൂസ് അക്കാഡമിയിലെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുക. സോ വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇത് ആക്ച്വലി ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആണ് കേട്ടോ. അതായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ DMEയുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ഫോർ ലേറ്റർ വെച്ചിട്ട് പിന്നീട്, അതായത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതായത് നമുക്ക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്ക് മേടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഈ എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് PSCയുടെ കഴിഞ്ഞ കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എഴുതിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. അത് മാത്രമല്ല വെറുതെ ഒന്ന് പഠിച്ചിട്ട് എഴുതിയിട്ടും കാര്യമില്ല. എങ്ങനെ പഠിക്കണം, ആക്ച്വലി അത് നമ്മുടെ ഏതൊരു എക്സാം ആണെങ്കിലും അതിന്റെ എക്സാം പാറ്റേൺ അറിഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അല്ലേ. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കുറച്ച് ട്രിക്സ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഉദ്ദേശിക്കുന്ന ഇതാണ്, കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് വെറുതെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കണം എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സാം ഡേറ്റ് വന്നു. എക്സാം ഡേറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. നമ്മുടെ 18-ാം തീയതി, ജൂലൈ മാസം 18-ാം തീയതിയാണ് എക്സാം വരിക. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ മെസ്സേജ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ PSCയുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുക. 11, അതായത് മെയ് മാസം 11-ാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. ഇനി ആക്ച്വലി ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറി നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോവിഡ് കഴിയുന്നതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കേരള PSCയുടെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വളരെ കാതലായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതായത് കുറെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പിന്നെ കുറെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. അതായത് ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ മെമ്മറി യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരാം. അതായത് 2021 കോവിഡ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 2021 നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. അപ്പം വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറി നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത് മാത്രമല്ല മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ഉണ്ട്, പിന്നെ കൂടാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്ന് നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറി നോളജ് ഉണ്ടാവണം. രണ്ടാമതായിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മറക്കാനായിട്ട് പാടില്ല. കൂടാതെ നമ്മൾ പീരിയോഡിക് ആയിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത് നമ്മുടെ സ്റ്റഡി ടെക്നിക് ആയിട്ട് വരുന്നത് റിപ്പീറ്റഡ് റിവിഷൻ ആണ് കേട്ടോ. അതായത് ആക്ച്വലി എല്ലാവരും ചെയ്യുന്നത് ഇത് ആക്ച്വലി വലിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നത്, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 15 സബ്ജക്ട്സ് ഉണ്ട് അല്ലേ. നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ചെയ്യുന്നത് ഈ 15 സബ്ജക്ട്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം റിവിഷൻ നടത്താം എന്ന് ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒന്നാമത്തെ കാര്യം, ഞാനൊക്കെ ഇതുപോലെ പല പരീക്ഷകൾക്കും റെഡി ആയിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഈ 15 സബ്ജക്ട്സ് പഠിച്ചു കഴിയുക മിക്കവാറും പരീക്ഷയുടെ അന്നായിരിക്കും, അല്ലെങ്കിൽ പരീക്ഷയുടെ അടുത്ത ദിവസമായിരിക്കും നമ്മൾ പഠിച്ചു കഴിയുക അല്ലേ. അപ്പൊ അതുകൊണ്ട്, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരിക്കലും നമ്മൾ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്, അതായത് ഈ സിലബസ് കവർ ചെയ്തിട്ടുള്ള പഠിത്തം നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഒരു 2 ആഴ്ച കൊണ്ട് ഒരു സബ്ജക്ട് പഠിച്ചു നോക്കുക, 3-ാമത്തെ ആഴ്ച അത് റിവൈസ് ചെയ്യാമെന്ന് നോക്കുക. നിങ്ങൾക്ക് 3-ാമത്തെ ആഴ്ച നിങ്ങൾ ഈ സബ്ജക്ട് എടുക്കുമ്പോൾ പുതിയതായിട്ട് വായിക്കുന്നത് പോലെ തോന്നും കേട്ടോ. ഇത് ഉറപ്പാണ്, നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റിവിഷൻ എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ആയിരിക്കണം, അത് പഠനത്തോടൊപ്പം കൊണ്ടുപോകേണ്ട റിവിഷൻ ആയിരിക്കണം കേട്ടോ. 3-ാമത്തെ കാര്യം, നമ്മൾ എക്സാം പ്രാക്ടീസ്, അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. 4-മത് നമ്മുടെ എക്സാം മിക്കവാറും
OMR എക്സാം തന്നെ ആയിരിക്കും അല്ലെ. അപ്പം നമ്മൾ സാധാരണ ആപ്പിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ OMR പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ OMR ഷീറ്റ് അത് തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, നമ്മുടെ കയ്യിൽ OMR ഷീറ്റും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ വായിച്ചിട്ട് OMRൽ ആൻസർ ചെയ്യുമ്പോൾ 21ാമത്തെ ആൻസർ ആയി പോകും. അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഒക്കെ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും 0.33 മാർക്ക് കുറയുന്നുള്ളൂ എന്ന് ഓർക്കും അല്ലെ. അങ്ങനെ അല്ല. ഇൻ കേസ് നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തെറ്റിപ്പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കുറയുന്നത്? 1.33 മാർക്ക് അല്ലെ, 1.33 മാർക്ക് നിങ്ങൾക്ക് കുറയും. സോ നിങ്ങളുടെ റാങ്ക് ഒരുപാട് പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ OMR പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ പീരിയോഡിക് ഫോളോ അപ്പ്, അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം. നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒരാൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവണം. കൂടാതെ സെൽഫ് ഇവാലുവേഷൻ, അതായത് എന്റെ പഠനത്തിന്റെ രീതി എങ്ങനെയാണ്, ഞാൻ ഏതൊക്കെ സബ്ജക്റ്റിലാണ് വീക്ക്, അതൊക്കെ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്തിരിക്കണം. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റഡി സ്ട്രാറ്റജി കൂടെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. സോ ആക്ച്വലി നമ്മളിവിടെ കവർ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കവർ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ ഇൻ ഡെപ്തിലായിരിക്കും നമ്മുടെ തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത് റിവിഷൻ അല്ലെ. റിവിഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ പഠനത്തോടൊപ്പം കൊണ്ടുപോകണം. നിങ്ങൾ ആക്ച്വലി നമ്മുടെ JPHN സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരെനിക്ക് തോന്നുന്നൊരു 3-4 സ്റ്റെപ്പ് റിവിഷൻ ഇപ്പം, അതായത് നമ്മൾ അക്കാഡമി ആയിട്ടൊരു 3-4 സ്റ്റെപ്പ് റിവിഷൻ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. സോ ഈ രീതിയിലായിരിക്കണം നമ്മൾ റിവിഷൻ നടത്താനായിട്ടുള്ളത്. നമ്മുടെ ആക്ച്വലി സ്റ്റാഫ് നഴ്സ് എക്സാം നമ്മൾ ഇപ്പം, അതായത് ഈ മെയ് മാസം ആദ്യം തന്നെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ലൈവ് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം റിപ്പീറ്റ് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. പ്രാക്ടീസ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ എജ്യൂസ് അക്കാഡമിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ അന്ന് തന്നെ ആ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കും. അതായത് ആപ്പിലൂടെ നമ്മൾ അവൈലബിൾ ആക്കും. സ്റ്റുഡൻസ് അത് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ പറയുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത് 90% മാർക്സ് കിട്ടുന്നത് വരെ അവർ റിപ്പീറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എക്സാം പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. OMR പ്രാക്ടീസ് ആക്ച്വലി നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി ഗൈഡ് ഞാൻ പരിചയപ്പെടുത്താം. അതിൽ ആക്ച്വലി നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും കൂടാതെ OMR ഷീറ്റ് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നതാണ്. കൂടാതെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ ഫോളോ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റേഴ്സ് വഴിയുള്ള ഫോളോ അപ്പ് ആണ്. കൂടാതെ സെൽഫ് ഇവാലുവേഷൻ, അതിന് നമ്മൾ ഇവാലുവേഷൻ ഷീറ്റ്സ് തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് എൻ്റർ ചെയ്ത്, അതായത് ഓരോ ദിവസത്തെ ടെസ്റ്റിന്റെ മാർക്സ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവാലുവേഷൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എക്സാം പാറ്റേൺ കുറച്ച് ചേഞ്ച് ചെയ്ത് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതായത് ഇത് 2021 ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെയിം ഓഫ് ദ റിസപ്റ്റർ ഓൺ എപ്പിഡെർമിസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലേറ്റ് ടു ദ ആക്സൺ ത്രൂ എ കെമിക്കൽ സിനാപ്സ് അല്ലെ. അതായത് കെമിക്കൽ സിനാപ്സിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നമ്മുടെ എവിടെ നിന്നാണ്? എപ്പിഡെർമിസിൽ നിന്നോ. ഏത് റിസപ്റ്റർ വഴിയാണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാംഗർഹാൻസ് സെൽസ്, ബി മെർക്കൽ സെൽസ്, സി ഉഡ്സർ സെൽസ്, ഡി ബെർജർ സെൽസ് അല്ലെ. അപ്പം ഓർക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, മെർക്കൽ സെൽസ് ആണ് വരിക. അപ്പൊ ആക്ച്വലി ഇതിനാണ് ഞാൻ പറയുന്നത് വളരെ ഇൻഡെപ്തിലുള്ള സ്റ്റഡി നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ ഈ എസ്പെഷ്യലി നമ്മുടെ DMBയുടെ സ്റ്റാഫ് നഴ്സ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. കൂടാതെ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഇവാലുവേഷൻ ഷീറ്റ്. ഇതിൽ അവർ ഡെയിലി ആക്ച്വലി അവരുടെ എക്സാമിന്റെ മാർക്സ്, ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, അത് എക്സാമിന്റെ മാർക്സ് അവർ എൻറ്റർ ചെയ്ത് പോകണം. സോ ഈ രീതിയിലുള്ള ഇവാലുവേഷൻ ആണ് നമ്മൾ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ റാങ്ക് മാസ്റ്റർ, അതായത് ഒരു 6 വോളിയം 6 വോളിയത്തിലുള്ള റാങ്ക് ഫയൽ നമ്മൾ സ്റ്റുഡൻസിനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് എജ്യൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതിന് ആക്ച്വലി 6 വോളിയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഫസ്റ്റ് വോളിയമാണ് ഇത്. ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് വോളിയം നമ്മുടെ സ്റ്റുഡൻസിന്റെ കൈകളിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്നത് സാധാരണ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും കൂടാതെ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗും ആണ് ഇതിൽ കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ അതായത് ഇതുപോലെ തന്നെ ഒരു 5 സെറ്റ് ബുക്ക് കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആക്ച്വലി അത് ഇപ്പോൾ ഒരു പ്രിന്റിംഗ് സ്റ്റേജിലാണ്. അതിന്റെ ലേഔട്ട് വർക്ക്, പ്രിന്റിംഗ് വർക്ക് ഒക്കെ നടക്കുകയാണ്. നമ്മൾ ഈ മെയ് മാസം 20 ഉള്ളിൽ തന്നെ ഈ ബുക്സ് എല്ലാം, അതായത് ഇനിയുള്ള 5 സെറ്റ് ബുക്ക് നമ്മുടെ സ്റ്റുഡൻസിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു ബണ്ടിലായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുക. സോ ഇതാണ് നമ്മുടെ റാങ്ക് ഫയൽ അല്ലെങ്കിൽ എജ്യൂസ് അക്കാഡമിയുടെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൽ ആക്ച്വലി നമ്മുടെ ക്ലാസ്സിന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഉണ്ടാവും, കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഡെപ്തിലുള്ള കണ്ടന്റ് തന്നെ ആയിരിക്കും ഇതിൽ കവർ ചെയ്യുക. അതോ ഇതിനോടകം തന്നെ ഈ റാങ്ക് ഫയൽ കിട്ടി, അതായത് ഫസ്റ്റ് വോളിയം കിട്ടിയ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് നമ്മുടെ റാങ്ക് ഫയൽ എന്നുള്ളത്. ഇനി ഞങ്ങളുടെ ക്ലാസിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ ഫ്രീ ആയിട്ടുള്ള PDF നോട്ട്സ് നൽകുന്നതാണ്. അതായത് ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ആ ദിവസത്തെ നോട്ട്സ് നൽകുന്നതാണ്. PDF പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നൽകുന്നതാണ്. മോഡൽ എക്സാംസ്
മെന്റർ സപ്പോർട്ട്, പീരിയോഡിക് റിവിഷൻ, കൂടാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന്, ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് നമ്മൾ റാങ്ക് ബൂസ്റ്റർ പാക്ക് നൽകുന്നുണ്ട്. അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നൽകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 6 മൊഡ്യൂൾസ് വരുന്ന റാങ്ക് ഫയൽ നൽകുന്നുണ്ട്. കൂടാതെ ഫ്രീ ആയിട്ടുള്ള സൂപ്പർ നോട്ട്സ്. ഇത് ആക്ച്വലി നമ്മൾ ആപ്പിലാണ് അവൈലബിൾ ആക്കുക. സോ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വെറുതെ ഓടിച്ചാടി പോയി എക്സാം എഴുതരുത്. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ എഡ്യൂസ് അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്കിപ്പം കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്സാം പാസ്സാകാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അതായത് അതിനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. അതല്ല നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ, അതായത് പ്രീവിയസ് എക്സാംസ് ഒക്കെ എഴുതിയ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷനും അല്ലാതെ ഏതെങ്കിലും, അതായത് നമ്മുടെ അക്കാഡമിയുടെ കാര്യമല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്, അതായത് പ്രത്യേകിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ളത്, പിന്നെ പീരിയോഡിക് ആയിട്ടുള്ള ഫോളോ അപ്പ്, പിന്നെ എക്സാംസ്, അതിനൊക്കെയുള്ള അതിനോടകം ഉള്ള ഒരു വ്യത്യാസം നമ്മുടെ മാർക്കിലും പ്രതിഫലിക്കുന്നുണ്ടാവും അല്ലേ. സോ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുക. ഇനി നമുക്ക് എക്സാമിന് വേണ്ടി ഏകദേശം ഒരു 3 മാസം ഇല്ല, കഷ്ടി ഒരു 3 മാസമേ ഉള്ളൂ. അപ്പൊ വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ എവിടെ ചേർന്നാലും വളരെ നന്നായിട്ട് പഠിക്കുക. നല്ല റാങ്കുകൾ മേടിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. കൂടാതെ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ഈ വരുന്ന 28-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. 26-ന് JPH എക്സാം വരികയാണ് അല്ലേ. സോ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട്, ഒരു ദിവസം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം കേട്ടോ. 27-ന് ബ്രേക്ക് എടുക്കാം. 28-ന് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ.